ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കഥായാഹ ആശയാനുസാര പദം ചിത്രേണ സഹ യോജയതു. കഥയുടെ ആശയങ്ങളോട് പരമായിട്ടുള്ള പദങ്ങൾ ചിത്രത്തോട് കൂടിയിട്ട് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വാക്ക് നോക്കൂ, വിവേകി. വിവേകി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ എന്നാണ് അർത്ഥം. അപ്പം അത് നമുക്ക് ജംബൂകഹ കുറുക്കനുമായിട്ട് യോജിപ്പിക്കാം. ബുഭുക്ഷിതഹ വിശപ്പുള്ളവൻ, അത് സിംഹ സിംഹമായിട്ട് നമുക്ക് യോജിപ്പിക്കാം. ഗർജതി, ആരാണ് ഗർജിക്കുന്നത്? സിംഹ. പാദചിഹ്നാനി പശ്യാതി, കാലടയാളങ്ങൾ കണ്ടത് ആരാണ്? ജംബൂകഹ കുറുക്കനാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ഉചിത വർണ്ണലേപനം കരുതു. ഉചിതമായിട്ട് കളർ ചെയ്യുക. ചിത്രേ കെ സന്ധി ഇതി വരൂ. ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് എന്ന് പറയാം. ഒന്നാമത് കേകി, മയിലുകളെ കാണുന്നുണ്ട്. ഭല്ലൂകഹ, കരടിയെ കാണുന്നുണ്ട്. ഗജഹ, ആനയെ കാണുന്നുണ്ട്. സിംഹ, സിംഹത്തെ കാണുന്നുണ്ട്. ജംബൂകഹ, കുറുക്കനെ കാണുന്നുണ്ട്. ഹരിണഹ, മാനിനെ കാണുന്നുണ്ട്. വാനരഹ, കുരങ്ങനെ കാണുന്നുണ്ട്. വ്യാഘ്രഹ, കടുവയെ കാണുന്നുണ്ട്. ഇനി സ അഭിനയം കഥാം അവതാരയതു എന്നാണ് പറയുന്നത്. എന്താണ്? അഭിനയത്തോട് കൂടിയിട്ട് കഥയെ അവതരിപ്പിക്കൂ എന്നാണ് പറയുന്നത്. കോഷ്ടകാത പക്ഷമൃഗാദീനാം നാമാനി സ്വീകൃത്യ ചിത്രസ്യ അധഃ ലിഖതു. ബ്രാക്കറ്റിൽ നിന്ന് പക്ഷിമൃഗാദികളുടെ പേരുകൾ എടുത്തിട്ട് ചിത്രത്തിൻ്റെ താഴെ എഴുതൂ. ശശകഃ, ആദ്യത്തെ ഇത്. ജംബൂകഃ, ഭഗഃ. ഹരിണഃ, മാർജാരഃ. ഋഷഭഃ, ബേഗഃ, ഗജഃ. അപ്പോൾ ആദ്യം നമ്മൾ ആനയുടെ താഴെ എന്താണ് എഴുതേണ്ടത്? ഗജഃ. അടുത്തത് എന്താണ് പറയുന്നത്? ഒരു കാളയുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഋഷഭയാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് എന്താണ്? മുയലിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ശശകഃ. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അടുത്തത് കൊക്കാണ്. കൊക്കിനെ എന്താ പറയുക? ബഗഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പൂച്ചയുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. താഴെ മാർജാരഹ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ജംബൂകഹ, കുറുക്കൻ. തവളയെ എന്താ പറയുക? ബേഗഹ. മാനിനെ എന്താ പറയുക? ഹരിണഹ. ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാമർത്ഥം ടിപ്പണി പുസ്തകേ ലിഖതു. ശബ്ദകോശങ്ങൾ നോക്കിയിട്ട് പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ ടിപ്പണി പുസ്തകത്തിൽ എഴുതാനാണ് അടുത്ത ചോദ്യം. അടുത്ത നോക്കൂ, മൃഗാനാം ചിത്രാണി സഞ്ചിത്യ ചിത്രപദകോശം നിർമ്മാതു. മൃഗങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ഒരു ചിത്രപദകോശം നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം നോക്കൂ, സിംഹത്തിൻ്റെ പടം. രണ്ടാമത് മുയലിൻ്റെ പടം. അതിൻ്റെ താഴെ എന്താണ്? ശശകഃ. പിന്നെ നമ്മളൊരു കടുവയുടെ പടമാണ് ഒട്ടിക്കേണ്ടത്. കടുവയുടെ പടം എന്താ കിട്ടണമെന്ന് വെച്ചാൽ അത് വ്യാഘ്രഹ. പിന്നീട് വാനരഹ, ഗജഹ, ശുനകഹ. അങ്ങനെ ഓരോ മൃഗത്തിൻ്റെ പടം ഒട്ടിക്കുക. അതിൻ്റെ താഴെ അതിൻ്റെ വാക്കുകൾ സംസ്കൃതത്തിൽ എഴുതുക. ചിത്രാനുസാരം ക്രിയാപദാനി യോജയതു. ചിത്രം അനുസരിച്ചിട്ട് ക്രിയാപദങ്ങൾ യോജിപ്പിക്കാനാണ് പറയുന്നത്. ആദ്യം സിംഹ. സിംഹം എന്താ ചെയ്യുന്നത്? ഗർജതി, ഗർജിക്കുന്നു. ഗജൗ ചലതഃ, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മയൂരഹ, മയിലുകൾ എന്താ ചെയ്യുന്നത്? നൃത്യതി, നൃത്തം ചെയ്യുന്നു. ശശകോ, മുയലുകൾ എന്താ ചെയ്യുന്നത്? ക്യാരറ്റ് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഖാദതഃ. ഹരിണഹ, മാൻ എന്താ ചെയ്യുന്ന? മാനുകൾ ഓടുകയാണ്. ധാവതഃ, ധാവതി എന്നാണ് പറയുക. ധാവതി. ശൃംഗാരോ, കുറുക്കന്മാരെന്താ ചെയ്യുന്നത്? പശ്യതഃ. ഇനി ഗ്രന്ഥാൻ തേഷാം കർത്തൃൻ ച പഠിത്വാ പ്രശ്നോത്തരക്കേളി കരോതു. ഗ്രന്ഥങ്ങളെയും അവയുടെ കർത്താക്കളെയും പഠിച്ചിട്ട് പ്രശ്നോത്തരക്കേളി ചെയ്യൂ എന്നാണ് പറയുന്നത്. കുറച്ച് ഗ്രന്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്, കർത്താക്കളെയും കൊടുത്തിട്ടുണ്ട്. പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മ. രാമായണം എഴുതിയത് വാൽമീകി. മഹാഭാരതം എഴുതിയത് വ്യാസനാണ്. രഘുവംശം എഴുതിയത് കാളിദാസനാണ്. അപ്പോൾ ഇത്രയും കൊണ്ട് എന്ത് കഴിഞ്ഞു? രണ്ടാമത്തെ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളും കഴിഞ്ഞു.